لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും ഉപദേശങ്ങളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാൻ നമ്മളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ ഹാർട്ടിന്റെ സൈഡിൽ രാത്രി ഉറങ്ങുമ്പോൾ ഒരു ചെറിയ വേദന, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉള്ളൂ. എന്നാലും സുബഹിയാകുമ്പോൾ രാവിലെ ആയാലൊന്ന് ഡോക്ടറെ പോയിട്ട് കാണും, ചെക്ക് ചെയ്യും, റിസൾട്ട് വാങ്ങും. അത് ഗ്യാസിന്റെ വേദന എന്ന് പറഞ്ഞൊരു സമാധാനമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പേടിയാണ് മനസ്സിൽ. ഒരു ചെറിയ വയസ്സിൽ, ഒരു 30, 35, 40 വയസ്സിൽ ഒരു മുട്ടുവേദനയോ നടുവേദനയോ വന്നാൽ നമ്മളൊക്കെ ബേജാറൊക്കെയാണ്. ചികിത്സിക്കും, മരുന്ന് വാങ്ങും. ഇനി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ തന്നെ പണമില്ലെങ്കിലും അതൊന്നും പ്രശ്നമാകൂല. കാരണം അത് ചെയ്യൽ നിർബന്ധമാണ്. അതിന് കടം വാങ്ങിയിട്ടെങ്കിലും നമ്മളത് നടത്തും.
എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനാണ്. ആ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബം പട്ടിണിയാവും, ഭാര്യയും മക്കളും അനാഥരാവും, നമ്മൾ ഉണ്ടാക്കിയ ബിസിനസിന്റെ സാമ്രാജ്യങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാൻ നമ്മളൊക്കെ റെഡിയാണ്. എന്നാൽ വിശ്വാസികളായ ഞാനും നിങ്ങളും ഈ ശരീരത്തെക്കാളേറെ സംരക്ഷണം കൊടുക്കേണ്ട ഒരു വസ്തു, ഒരു കാര്യം, അത് നമ്മുടെ വിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ എത്രമാത്രം ഞാനും നിങ്ങളും ശ്രദ്ധിക്കാറുണ്ടെന്നുള്ളത് ഗൗരവമായി നമ്മൾ ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ദുനിയാവാണ് നമുക്ക് നഷ്ടപ്പെടുക. നമ്മുടെ വിശ്വാസത്തിന് തകരാറ് സംഭവിച്ചാൽ എന്നെന്നും ശാശ്വതമായ പരലോകമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ട് ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ജീവൻ വരെ കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതാണ് പ്രവാചകന്മാരുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിലൂടെ ഹിജറയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ഇങ്ങനെ പരാമർശിച്ചു പോകുന്നതാണ്. നീണ്ട 13 വർഷക്കാലം കഠിനമായ പരീക്ഷണങ്ങൾക്കു നടുവിൽ ത്യാഗം ചെയ്തുകൊണ്ടാണ് പ്രവാചകരും സ്വഹാബത്തും ആ മക്കയിൽ കഴിച്ചുകൂട്ടിയത്. തനിക്കു പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കാൻ അവർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. തന്റെ നാട്, തന്റെ വീട്, തന്റെ കൃഷി, തന്റെ കച്ചവടം, തന്റെ ഇണകൾ, മാതാപിതാക്കൾ, കൂട്ടുകാർ, നാട്ടുകാർ, എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹുവും അവന്റെ റസൂലുമാണ് എന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ച് ത്യാഗസന്നദ്ധരായവരാണ് പ്രവാചകരും പ്രവാചകന്റെ സ്വഹാബാക്കളും. നമുക്ക് ഓരോ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം. മഹാനായ അബ്ദുല്ലാഹിബ്നു ദുൽ ബിജാദൈനിൽ മുസന്നി, അദ്ദേഹം വളരെ സമ്പന്നനായ മനുഷ്യനാണ്. ഹിജറയ്ക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകാൻ വേണ്ടി ഒരുങ്ങാണ്. ആ സമയത്ത് പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ ബന്ധുക്കള്, കുടുംബക്കാർ അദ്ദേഹത്തെ പിടിച്ചു വെച്ച് അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിവെച്ചു. ചരിത്രത്തിൽ കാണാൻ ധരിച്ചു പോവാൻ ഒരു വസ്ത്രം പോലുമില്ല, അണിയാനുള്ള വസ്ത്രം പോലും ശരീരത്തിലില്ല. എല്ലാം ശത്രുക്കൾ പിടിച്ചു വെക്കാണ്, അഥവാ കുടുംബക്കാർ പിടിച്ചു വെച്ചു. അങ്ങനെ തന്റെ വീട്ടിൽ നിന്ന് ഒരു ബിജാദെടുത്ത്, അഥവാ പുതപ്പെടുത്ത്, ആ പുതപ്പ് 2 കഷ്ണമാക്കി അത് മുറിച്ച് ഒന്നുകൊണ്ട് തന്റെ അരയും ബാക്കി ഭാഗം കൊണ്ട് ആ ശരീരവും മറച്ചുകൊണ്ടാണ് അദ്ദേഹം മദീനയിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അദ്ദേഹം എത്തുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് വരുന്നത് ദുൽ ബിജാദൈൻ. ദുൽ ബിജാദൈൻ എന്ന് പറഞ്ഞാല് 2 പുതപ്പിന്റെ ആള്. ഒരു പുതപ്പ് മുറിച്ച് 2 കഷ്ണമാക്കിയിട്ട് ഉടുക്കുകയാണ്. മഹാനായ അബൂസലമയും ഭാര്യയും മകനും ഹിജറയ്ക്ക് വേണ്ടി ഒരുങ്ങി. മകൻ ചെറിയ കുട്ടിയാണ്. ഒട്ടകപ്പുറത്ത് 3 ആളുകളും യാത്ര ആരംഭിച്ചു. ഉമ്മു സലമയുടെ കുടുംബക്കാർ, അഥവാ ഭാര്യയുടെ വീട്ടുകാർ, മഖ്സൂം വംശത്തിൽപ്പെട്ട ചില ആളുകൾ തടഞ്ഞു നിർത്തുകയാണ്. അബൂസലമയോട് പറഞ്ഞു, നീ ഏതായാലും ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു, നിനക്ക് പോണെങ്കിൽ പോകാം, ഇവിടെ കൊണ്ടുപോകാൻ പറ്റൂല, ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റൂല, അവൾ ഞങ്ങളുടെ മകളാണ്. അവർ പിടിച്ചു വലിച്ച് താഴിറക്കി. എന്നെയും എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും പിടിച്ചു വലിക്കുന്നത് കണ്ടപ്പോ ഭർത്താവിന്റെ കുടുംബത്തിന് ദേഷ്യം വന്നു. അവസാനം ഭർത്താവിന്റെ കുടുംബക്കാർ, അബ്ദുൽ അസദ് ഗോത്രക്കാർക്ക് ദേഷ്യം വന്നിട്ട് അവര് പറഞ്ഞു, കുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോവാണ്, കുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോകണം, കുട്ടി ഞങ്ങളുടെ കുട്ടിയാണ്. ചരിത്രത്തിൽ കാണാം, 3 പേരും കുട്ടികളെ, 3 കുടുംബവും കുട്ടികളെ പരസ്പരം പിടിച്ചു വലിച്ചത് കാരണം ആ കുട്ടിയുടെ കൈ ഷോൾഡറിൽ നിന്ന് ഊരിപ്പോകുന്നുണ്ട്. അത്ര വലിയ പിടിയും വലിയും നടക്കുകയാണ്. അവസാനം ഭർത്താവിന്റെ കുടുംബം
തന്റെ മകനെ കൈവശപ്പെടുത്തി കൊണ്ടുപോയി. ഭർത്താവാണെങ്കിൽ അദ്ദേഹത്തിന്റെ മതവും തന്റെ ജീവനും കൊണ്ട് മദീനയിലേക്ക് രക്ഷപ്പെടുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ നാട്ടിൽ ഒറ്റപ്പെട്ടു. ഒരു ഭാഗത്ത് മകനെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടം, മറുഭാഗത്ത് തന്റെ ഭർത്താവ് പോയതിലുള്ള പ്രയാസങ്ങൾ, മാത്രവുമല്ല ആ മകന്റെ കൈ ഷോൾഡറിൽ നിന്ന് പോന്നിട്ടുണ്ട്. ഈ എല്ലാ ടെൻഷനും അടക്കി പിടിച്ച് ഉമ്മ പറയുന്നുണ്ട്, അതിനുശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വീടിന് പുറത്തുള്ള അബ്തഹ് കുന്നിൻ ചെരുവിൽ ഇരുന്നുകാണ്ട് ഞാൻ രാവും പകലും ഇരുന്ന് ഞാൻ കരയും. അവസാനം ഏതാണ്ട് ഒരു കൊല്ലക്കാലം ഞാൻ അങ്ങനെ കരഞ്ഞിരുന്നിട്ടുണ്ട് ആ കുന്നിൻ ചെരുവില്. എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യന്, ഒരാൾക്ക് സഹതാപം തോന്നി, സങ്കടം തോന്നി. അയാൾ എന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്നെ സ്വതന്ത്രയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ സ്വതന്ത്രയാക്കി. പക്ഷെ പോകാൻ എന്റെ മനസ്സനുവദിക്കണില്ല. കാരണം മക്കയില് ഭർത്താവിന്റെ കുടുംബക്കാർ എന്റെ മകനെ പിടിച്ചു വച്ചിട്ടുണ്ട്. അവന്റെ കൈ അറ്റുപോയ രംഗമാണ് അന്ന് ഞാൻ കണ്ടത്. എന്റെ മകനെ കുറിച്ചൊരു വിവരമില്ല. ഞാൻ എങ്ങനെ മദീനയിലേക്ക്, എന്റെ ഭർത്താവിന്റെ അരികിലേക്ക് ഞാൻ ചെല്ലും? കൊച്ചു കുഞ്ഞിന്റെ ഒരു വിവരവും അറിയാതെ അന്യരാജ്യത്ത് പോയി ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചാൽ അതിന്റെ വേദനയും അതിന്റെ കണ്ണുനീരും അവസാനിക്കുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് പോകാൻ തയ്യാറായില്ല. അങ്ങനെ ആ പ്രയാസം മനസ്സിലാക്കി ആ ഭാര്യയുടെ തന്റെ കുടുംബത്തിലെ ആളുകൾ ഭർത്താവിന്റെ കുടുംബത്തിലെ ആളുകളുമായി കൊണ്ട് സംസാരിച്ച് മകനെ ആ ഉമ്മാക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിനുശേഷമാണ് യാത്ര ആരംഭിക്കുന്നത്. കൂടെ മദീനയിലേക്ക് പോകുമ്പോ പ്രിയപ്പെട്ടവർ ആരുമില്ല, ആരും കൂടെ പോകാനില്ല. തൻഈമിലെത്തിയപ്പോ ഉസ്മാൻ ഇബ്നു ത്വൽഹയെ കണ്ടുമുട്ടാണ്. അദ്ദേഹം മുശ്രിക്കാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടി അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് എത്തുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി പറഞ്ഞു. വഴികാട്ടിയായി മഹാനായ ഉസ്മാൻ ഇബ്നു ത്വൽഹ അങ്ങനെ ചെല്ലുകയാണ്. അദ്ദേഹം അന്ന് സഹോദരങ്ങളെ മുസ്ലിം അല്ല. ഉമ്മ പറയുന്നുണ്ട്, അള്ളാഹുവാണ് സത്യം, അറബികളിൽ അദ്ദേഹത്തെക്കാൾ, അഥവാ മുശ്രിക്കുകളിൽ അദ്ദേഹത്തെക്കാൾ മാന്യനും സൽസ്വഭാവിയുമായ ഒരു പുരുഷന്റെ കൂടെ ഞാൻ ഇതുവരെ യാത്ര പോയിട്ടില്ല. അത്ര മാന്യനായിരുന്നു അദ്ദേഹം. മുശ്രിക്കാണെങ്കിലും അദ്ദേഹം അത്ര മാന്യനായിരുന്നു. പ്രിയപ്പെട്ടവർ, ഈ ചരിത്രം ഒക്കെ ഞാൻ സൂചിപ്പിച്ചത് എന്തിനാണെന്നറിയോ? ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ ദീന് പ്രവാചകരും സ്വഹാബത്തും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചത്. നമ്മളും ആ ദീനും തമ്മിലുള്ള ബന്ധം അവിടെ കിടക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും കൃത്യമായി ജീവിതത്തിൽ പകർത്തി നാളെ വിശ്വാസികളായ ആളുകൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട നമ്മുടെ പ്രവർത്തനങ്ങൾ കേവലം പ്രിയമുള്ളവരെ ഒരു ആചാരത്തിന് വേണ്ടിയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ ആയിപ്പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട രൂപത്തിലാണ്, ആ ഒരു സന്ദർഭത്തിലാണ്, ആ ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പഠിക്കുന്ന ആയത്തുകളും പഠിക്കുന്ന ഹദീസുകളും സ്വന്തം ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ട മുസ്ലിം, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ നാടോടുമ്പോൾ നടുവ ഓടുക എന്ന ആ ഒരു സിദ്ധാന്തത്തിലേക്ക് ഇന്ന് ആളുകൾ, മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് പ്രിയമുള്ളവർ ഒരു യാഥാർത്ഥ്യമാണ്. അഥവാ കാലഘട്ടത്തിന്റെ അവസ്ഥക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു ദുരന്തമാണ് പലരുടെയും ജീവിതവും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ പോലും അതിന്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്. സ്വഹാബ, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനെയാ പ്രിയമുള്ളവരെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്? എങ്ങനെയാ റബ്ബിനെ സൂക്ഷിക്കേണ്ടത്? കൃത്യമായി അള്ളാഹു തആല പഠിപ്പിച്ചു തന്നു, പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. ഹഖ്ക തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് എങ്ങനെ? ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരമാണ് സൂക്ഷിക്കേണ്ടത്.
ഈ ഒരു വിഷയത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മിൽ പലരുടെയും ഈമാന് നഷ്ടപ്പെട്ടു പോവാറുള്ളത്. ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചവനാണെന്നും ഞാനൊരു ശുദ്ധ മുവഹിദാണെന്നും ഞാൻ ദഅവത്തിന്റെ മേഖലകളിൽ ഇടപെടുന്ന ഒരു ദാഇയാണെന്നും സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന നേതാവാണെന്നും അവകാശപ്പെടുന്ന ചില ആളുകളുടെ കുടുംബങ്ങളും മക്കളും പടച്ചറബിനെ വിഡ്ഢിയാക്കുന്ന, പടച്ചറബിനെ പൊട്ടനാക്കുന്ന തരത്തിലാണ് അവരുടെ ജീവിത രീതികളും പെരുമാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ആദർശ ചിട്ടയോടെ ജീവിക്കുന്ന പല കുടുംബങ്ങളിലും, തൗഹീദുണ്ടെന്ന് പറയുന്ന പല കുടുംബങ്ങളിലും ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു കല്യാണമോ സൽക്കാരമോ നടത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ആളുകളാണ് പുതിയാപ്പിളയെ ശവപ്പെട്ടിയിൽ കൊണ്ടുപോകുന്നത്, JCBയിൽ കൊണ്ടുപോകുന്നത്. ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായ ഇസ്ലാമിലെ പവിത്രമായൊരു ഇബാദത്തിനെ വളരെ മോശമായി കൊണ്ടാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ചിത്രീകരിക്കുന്നത്. ആദർശബോധമുള്ള കുടുംബത്തിൽ പോലും ഇത്തരം തോന്നിവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ടിവിയിലും മൊബൈൽ ഫോണിലും തിന്മകൾ ആസ്വദിക്കുന്ന മക്കളോട് ആദർശബോധമുള്ള ബാപ്പാക്ക് പറയാനുള്ള മറുപടി എന്താണെന്നറിയോ? അത് കാണുമ്പോ ബാപ്പ പറയുന്ന മറുപടി മോനെ ഓഫാക്കുന്നല്ല. മക്കളെ, അനാവശ്യമായി കൊണ്ടുള്ള റീൽസുകൾ കാണുമ്പോ തൗഹീദുള്ള കുടുംബത്തിലെ വാപ്പാക്ക് പറയാനുള്ള എന്താ? ഓഫാക്കുന്നല്ല, സൗണ്ട് കുറച്ച് കുറക്കും മോനെന്ന്, സൗണ്ട് കുറക്കുന്നു. ചുറ്റുഭാഗത്തുള്ള ആളുകൾ കേട്ടാ എന്താ വിചാരിക്കാന്ന്, അതുകൊണ്ട് സൗണ്ട് കുറച്ചുകൂടെ എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ എന്ത് ഈമാനാ? ഹറാമായ മ്യൂസിക്കുകൾ മക്കൾ ആസ്വദിക്കുന്നത് കാണുമ്പോ അത് ഹറാമാണ് മോനെ, അത് കേൾക്കാൻ പാടില്ല, അത് കാണാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, അതുകൊണ്ട് നീ അത് ഓഫ് ചെയ്യണമെന്ന്, അത് ഹറാമാണെന്ന് പറയേണ്ടതിന് പകരം ആദർശബോധമുള്ള കുടുംബത്തിലെ വാപ്പ പറയുന്ന മറുപടി അത് അതിന്റെ സൗണ്ട് കുറയ്ക്കുന്നതാണ്. എങ്കിൽ നമ്മുടെ ഈമാൻ എവിടെ കിടക്കും നമ്മൾ ആലോചിക്കുക. വിശുദ്ധ ഖുർആനിലെ ആ ചെറിയ അധ്യായം അത് മനഃപ്പാടമാക്കാനുള്ളതല്ല പ്രിയമുള്ളവരെ, അത് മനഃപ്പാടമാക്കാൻ മാത്രമുള്ളതല്ല. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരൊക്കെ നഷ്ടത്തിലാകുന്നു. ആരൊഴികെ? നാലാളുകളൊഴികെ ബാക്കി എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. ഒന്ന് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഒന്ന് വിശ്വസിച്ചവരൊഴികെ വഅമിലുസ് സ്വാലിഹാത്തി, സൽക്രമങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിൽ ഹഖ്, യഥാർത്ഥത്തെ കുറിച്ച് അന്യോന്യം വസിയത്ത് ചെയ്യുക. ഹക്കിനെ കുറിച്ച് പ്രിയമുള്ളവരെ പരസ്പരം ഉപദേശിച്ചു കൊടുക്കുക. വതവാസൗ ബിസ്സബ്ർ, സ്വബർ കൊണ്ട്, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. ഈ നാലാളുകൾ ഒഴികെ ബാക്കി എല്ലാ ആളുകളും നഷ്ടത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഒരു ചെറിയ അധ്യായത്തിലൂടെ നമുക്കൊക്കെ മനഃപ്പാടമുള്ള ആയത്തുകളിലൂടെ പടച്ചറബ് പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ആയത്തും നമ്മളും തമ്മിലുള്ള ബന്ധം അവിടെ കിടക്കുന്നു. പ്രവാചകനും സ്വഹാബത്തും അനുഭവിച്ച ത്യാഗത്തിന്റെ ഒരു അളവ് പോലും ഇന്ന് വരെ ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എത്രത്തോളം അള്ളാഹുവിന്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് ചോദിക്കുമാറ് നബിയും സ്വഹാബത്തും പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷേ അവയൊന്നും പ്രിയമുള്ളവരെ അവരുടെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും തട്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. യാസിറും സുമയ്യയും അമ്മാറും റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ നമുക്കുള്ള ഉദാഹരണങ്ങളായി സഹോദരങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അവരുടെ എല്ലാം മനസ്സുകളിൽ അത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും അവരുടെ മനസ്സിൽ പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗമായിരുന്നു ലക്ഷ്യം. പക്ഷെ ഇന്ന് വാശിക്കും വീറിനും വേണ്ടി വിശ്വാസത്തെ വരെ കൈവടിയുന്നവരായി ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരോടുള്ള വ്യക്തിപരമായ വിരോധങ്ങളും സംഘടനാ വിരോധങ്ങളൊക്കെ ഇന്ന് വാശിക്കും വീറിനും വേണ്ടി
അള്ളാന്റെ ദീനിനെ വിൽക്കുന്നവരായി നേതാക്കന്മാരും പണ്ഡിതന്മാരും മാറിക്കൊണ്ടിരിക്കുക. മുൻകാലഘട്ടങ്ങളിൽ പ്രിയമുള്ളവരെ പീഡനങ്ങൾ ഭയപ്പെട്ട് തോന്നിയതുപോലെ ആളുകൾ നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കും നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമായിരുന്നു. അവർ കൃത്യമായി ആ ദീനിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് ഈ ദീന് നമ്മുടെ കൈകളിലേക്ക് എത്തിയത്. അതുകൊണ്ടാ അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്ത്? അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങൾ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുകയും അല്ലാഹുവാണ് ഞങ്ങളെ റബ്ബ് എന്ന് പറയുക. അത് പറഞ്ഞാൽ മാത്രം പോരാ, സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ പ്രിയമുള്ളവരെ ജീവിക്കണം. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, എന്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. സുമ്മസ്തഖാമു, അല്ലും റസൂലും പറഞ്ഞ രൂപത്തിൽ നടക്കണം. അതാണ് പ്രവാചകരും പ്രവാചകന്റെ സ്വഹാബത്തും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കോട്ടം വരുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും സഹോദരങ്ങളെ നമ്മളൊക്കെ മാറി നിൽക്കണം. ആര് എന്തു പറഞ്ഞാലും ശരി, നമ്മുടെ ആദർശത്തെ പണയം വെക്കാതിരിക്കുക. പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു, പേര് കേൾക്കുമ്പോൾ റോമക്കാരനാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുക. സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സാക്ഷാൽ അറബിയൻ. നുമൈർ ഗോത്രക്കാരനായ പിതാവിനും തമീമ ഗോത്രക്കാരിയായ മാതാവിനും ജനിച്ച മകൻ. അദ്ദേഹം റൂമി എന്ന പേരിൽ പ്രസിദ്ധനാകാൻ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ആരംഭിക്കുന്നതിന്റെ ഏകദേശം 2 ദശവത്സരങ്ങൾക്ക് മുമ്പ് റോമ സൈന്യത്തിൽപ്പെട്ട ഒരു സംഘം പട്ടാളക്കാർ ആ കുടുംബത്തെ ആക്രമിച്ച് സുഹൈബിനെയും മാതാവിനെയും തടവുകാരായിട്ട് പിടിക്കുകയാണ്. അങ്ങനെ സുഹൈബിനെ റോമിലെ അടിമക്കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്. അങ്ങനെ അടിമയായി പല ആളുകളുടെയും കൈകളിൽ അദ്ദേഹം എത്തി. വർഷങ്ങള് പിന്നെ റോമിൽ ജീവിക്കണം. അദ്ദേഹം അറബി ഭാഷ മറന്നു. പക്ഷെ ജനിച്ച നാട് അദ്ദേഹം മറന്നിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഒരു തക്കം കിട്ടിയപ്പോ അദ്ദേഹം റോമിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അറബികളുടെ പുണ്യനഗരിയായ താൻ ജനിച്ചു വളർന്ന മക്കയിലേക്ക് അദ്ദേഹം പ്രിയമുള്ളവരെ നാടുവിട്ടു. അദ്ദേഹത്തിന്റെ തലമുടിയുടെ ചുവപ്പും അറബി ഭാഷയുടെ അറിവില്ലായ്മയും കാരണം അദ്ദേഹത്തെ റോമക്കാരൻ സുഹൈബ് എന്നാണ് വിളിച്ചത്. അതാണ് സുഹൈബ് അർ-റൂമി. റോമക്കാരനല്ല, പിന്നീട് അങ്ങനെ അവിടെ ആയതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ് സുഹൈബ് അർ-റൂമി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഹിജ്റ പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോണ സന്ദർഭത്തിൽ ഇദ്ദേഹം വിവരമറിഞ്ഞ് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ സുഹൈബിനെ പോകാൻ അനുവദിക്കണില്ല ശത്രുക്കൾ. അദ്ദേഹം രക്ഷപ്പെടാൻ കണ്ടെത്തിയ മാർഗം എന്താണെന്നറിയോ? തന്ത്രം. നല്ല തണുപ്പുള്ള രാത്രിയിൽ അദ്ദേഹം മലമൂത്ര വിസർജനത്തിനായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തിറങ്ങും. മലമൂത്ര വിസർജനത്തിന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും എങ്ങനെയെങ്കിലും തക്കം കിട്ടിയാൽ രക്ഷപ്പെടാന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ അദ്ദേഹം ഇടക്കിടക്ക് ഇങ്ങനെ ബാത്റൂമിൽ പോണത് കണ്ടപ്പോ ശത്രുക്കൾക്ക് തോന്നി എന്ത്, അദ്ദേഹത്തിന് വയറിളക്കാണ്. ശത്രുക്കൾ പറഞ്ഞു, ഇദ്ദേഹം
രക്ഷപ്പെടാൻ എന്തായാലും സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന് അവിടെ പറഞ്ഞ വാക്കെന്താ അറിയോ, ലാത്തയും ഉസ്സയും അദ്ദേഹത്തിന് വയറിന്റെ പണി മുടക്കിയിട്ടുണ്ട്. അഥവാ വയറിളക്കം കൊടുത്തതാരാണ്? ലാത്തയും ഉസ്സയുമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയില്ല. ശത്രുക്കൾ, നല്ല തണുപ്പുള്ള രാത്രിയാണ്, എല്ലാവരും പുറത്തിറങ്ങാൻ മടി കാണിക്കുന്ന രാത്രിയാണത്. ശത്രുക്കളെ ഉറങ്ങി. ആ ഉറങ്ങിയ സമയം നോക്കി അദ്ദേഹം രക്ഷപ്പെടുകയാണ്. പക്ഷേ ശത്രുക്കൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് അദ്ദേഹത്തെ പിന്തുടർന്നു. ശത്രുക്കളെ ഏതാണ്ട് അടുത്തെത്തിയെന്ന് കണ്ടപ്പോ സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു ഒരു ഉയർന്ന സ്ഥലത്ത് കയറുകയാണ്. ഉയർന്ന ഒരു കുന്നിൻ ചെരുവിൽ കയറിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അമ്പും വില്ലും അദ്ദേഹം എടുത്തിട്ട് പറഞ്ഞു, ഖുറൈശികളെ, ഞാൻ വിദഗ്ധനായ ഒരു അമ്പെയ്ത്തുകാരനാണ് എന്ന്, ഒരു വില്ലാളിയാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാല് മുന്നോട്ട് വെച്ചാൽ എന്റെ കയ്യിലുള്ള ഓരോ അമ്പെടുത്തും ഞാൻ നിങ്ങളെ കൊല്ലും. എന്റെ കയ്യിലുള്ള അമ്പ് തീർന്നാൽ എന്റെ കയ്യിൽ വാളുണ്ട്, ആ വാള് കൊണ്ട് ആ വാള് മുറിയുന്നത് വരെ ഞാൻ നിങ്ങളോട് പോരാടും. ശത്രുക്കൾ പറഞ്ഞു, സുഹൈബെ, നിനക്ക് ജീവനും അല്ലെ, ഒന്നുകിൽ നിന്റെ ജീവൻ അല്ലെങ്കിൽ നിന്റെ സമ്പാദ്യം. അദ്ദേഹം മക്കയിൽ വന്ന് വലിയ സമ്പന്നനായ ആളാണ്, വലിയ സമ്പന്നനായി. ശത്രുക്കൾ പറഞ്ഞു, ഒന്നെങ്കിൽ നിന്റെ സമ്പാദ്യം ഞങ്ങൾക്ക് തരിക, അല്ലെങ്കിൽ നിന്റെ ജീവൻ തരിക. രണ്ടും കൊണ്ടുപോകാൻ പറ്റൂല, ഏതെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്റെ സമ്പാദ്യം നിങ്ങൾക്ക് തന്നാൽ എന്നെ പോകാൻ നിങ്ങൾ അനുവദിക്കുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ശരി, സമ്പാദ്യങ്ങളൊക്കെ തന്നാൽ നിന്നെ പോകാൻ അനുവദിക്കും. അങ്ങനെ താൻ സൂക്ഷിച്ചു വെച്ച ആ സമ്പാദ്യത്തിന്റെ രഹസ്യ മുറി, തന്റെ വീട്ടിലെ ആ രഹസ്യ സ്ഥലം അദ്ദേഹത്തിന് ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർ ആ സമ്പാദ്യം എടുത്തുകൊണ്ടിരുന്നു. സുഹൈബിനോട് പോകാൻ പറഞ്ഞു. അദ്ദേഹം പ്രിയപ്പെട്ട ഒന്നുമില്ലാതെ, ഉടുത്ത വസ്ത്രമല്ലാതെ അദ്ദേഹത്തിന്റെ കയ്യിലൊന്നുമില്ല. മദീനയിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹൈബ് റൂമിയെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, അബൂ യഹിയ റബി അൽ ബൈ, കച്ചവടക്കെ ലാഭയില്ലേന്ന്? കച്ചവടക്കെ നല്ല ലാഭല്ലേന്ന്? അതേ സഹോദരങ്ങളെ, ലാഭകരമായ കച്ചവടമായിരുന്നു. ലാഭകരമായ കച്ചവടമായിരുന്നു. എങ്ങനത്തെ ലാഭം എന്നറിയോ? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അവരെ പറ്റി പറഞ്ഞെന്തറിയോ? ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന, സത്യവിശ്വാസികളിൽ നിന്ന് അല്ലാഹു വാങ്ങിയിരിക്കുന്നു. അൻഫുസഹും വഅംവാലഹും, അവരുടെ ധനവും അവരുടെ ശരീരം അല്ലാഹു വാങ്ങി. ബിഅന്ന ലഹുമുൽ ജന്ന, പകരം അല്ലാഹു എന്ത് ചെയ്തു? പകരം അല്ലാഹു സ്വർഗം കൊടുത്തു. അതാണ് പ്രിയമുള്ളവരെ അവർക്കുള്ള ലാഭകരമായ കച്ചവടം. അള്ളാന്റെ മാർഗത്തിൽ ദിർഹമുകൾ അള്ളാന്റെ മാർഗത്തിൽ വലിച്ചെറിഞ്ഞ് ഹിജ്റ പോയ പ്രിയപ്പെട്ട സ്വഹാബിയാണ് സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്തറിയോ? വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് വസ്വാബിരീന ഫിൽ ബഅസാഇ വല്ലറാഇ വഹീനൽ ബഅസി ഉലൈക അല്ലദീന സദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ. വസ്വാബിരീന, അവർ ആരെന്നറിയുമോ? ക്ഷമാലുക്കളാണവർ, ക്ഷമിക്കുന്നവരാണവർ. എപ്പോ വിഷമഘട്ടത്തിലും ദുരിതം നേരിടുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും എല്ലാം അള്ളാന്റെ മാർഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് വസ്വാബിരീന, ക്ഷമിക്കുന്നവരാണവർ. ഉലൈക അല്ലദീന സദഖൂ, അവരാകുന്നു സത്യവാന്മാർ. വഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾ. പ്രിയമുള്ളവരെ, എന്തൊക്കെ സംഭവിച്ചാലും അള്ളാന്റെ മാർഗത്തിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുമെന്ന ഒരു ദൃഢനിശ്ചയമാണ് ഒരു ഹിജ്റ എന്ന ചരിത്രത്തിലൂടെ വിശ്വാസികളായ ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ പഠിക്കേണ്ടത്. ആ ഒരു പ്രതിജ്ഞയാണ് ഓരോ ഹിജ്റ വർഷം കടന്നു വരുമ്പോഴും ഞാനും നിങ്ങൾ പഠിക്കേണ്ട പ്രതിജ്ഞ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന നല്ല വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഅഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്.
ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ്, കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. രോഗികളായ ആളുകൾക്ക് നീ ശിഫാവുന്ന ആജിൽ പ്രദാനം ചെയ്യണേ നാഥ. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اكفنا بحلالك عن حرامك وأعننا بفضلك عمن سواك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.